പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും മാത്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും വീട്ടിൽ സേഫാണ് എന്ന് വിചാരിക്കുന്നു. കുറച്ച് വീഡിയോസൊക്കെ നമ്മളിതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പാർട്ടിലേക്ക് കടക്കുകയാണ്. ഈ പാർട്ടിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് പൊസിഷൻ ആൻഡ് ടേം. പൊസിഷൻ ആൻഡ് ടേം എന്ന് പറഞ്ഞാൽ സ്ഥാനവും പദവും എന്ന് പറയുന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇങ്ങനെ പറഞ്ഞാൽ? പൊസിഷൻ ആൻഡ് ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥാനവും പദവും എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കാം. ഞാനൊരു സമാന്തര ശ്രേണി എഴുതാം, ഒരു അരിത്മെറ്റിക് സീക്വൻസ് 5, 8, 11, 14 എക്സെട്ര. ഒരു സമാന്തര ശ്രേണിയാണ്. ഈ സമാന്തര ശ്രേണിയുടെ അല്ലെങ്കിൽ ഈ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ 15ാം പദം എഴുതാൻ വേണ്ടി പറഞ്ഞു നോക്കാം. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം കൂട്ടി 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 15 വരെ എഴുതി ഒരാൾക്ക് വേണമെങ്കിൽ 15ാം പദം എഴുതാം. അതല്ലെങ്കിൽ 25ാം പദം എഴുതാൻ പറഞ്ഞു നോക്കാം. അല്ലെ, പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 25 പദങ്ങൾ എഴുതാം. 78ാം പദം എഴുതാൻ പറഞ്ഞു, 125ാം പദം എഴുതാൻ വേണ്ടി പറഞ്ഞു, അല്ലെങ്കിൽ 1232ാം പദം എഴുതാൻ വേണ്ടി പറഞ്ഞു. ഇങ്ങനൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്ത് പറ്റൂല? ഇത് മൊത്തം എഴുതിയിട്ട് എണ്ണി നോക്കി അത് തീരുമാനിക്കാൻ കഴിയില്ല. അപ്പൊ നമുക്ക് ഇതിനൊരു മാർഗം വേണം. അപ്പോൾ ഒരു ശ്രേണി, ഒരു അരിത്മെറ്റിക് സീക്വൻസ് തന്നിട്ട് ആ സീക്വൻസിന്റെ ഏതൊരു ടേമും എങ്ങനെ കാണാം എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഒരു സമാന്തര ശ്രേണി തന്നിട്ട് ആ സമാന്തര ശ്രേണിയുടെ ഏതൊരു പദവും എങ്ങനെ കാണാൻ പറ്റും എന്ന് ചോദിച്ചാൽ അതിനുള്ള മാർഗം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. നോക്കാം, എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കുക. എന്നാൽ ഞാൻ കുറച്ചാണ് പറഞ്ഞ ബാക്കി നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. നോക്കാം. 5, 8, 11, 14 ഇതാണ് നമ്മൾ നേരത്തെ എഴുതിയ ആ അരിത്മെറ്റിക് സീക്വൻസ്. നോക്കാം, ഇതിലെ ഫസ്റ്റ് ടൈം ഏതാ? 5 അല്ലേ? അപ്പൊ ഞാനതിന് x1 = 5 എന്ന് എഴുതി. ശരിയല്ലേ? ഇനി സെക്കൻഡ് ടേം, രണ്ടാം പദം 8 ആണ് അല്ലേ? ഈ 8ന് ഞാൻ ഒന്നും കൂടി ഒന്ന് മാറ്റി എഴുതി, 5 + 3 എന്ന് എഴുതി. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി അടുത്ത പദം x3 എന്ന് പറയുന്നത് 11 ആണ്. ഇതിനെ ഞാൻ 5 + 6 എന്ന് എഴുതി അല്ലേ? 5 + 6 ആണല്ലോ 11. ഇനി x4 എന്ന് പറയുന്നത് 14 ആണ്. ഇതിന് ഞാൻ എന്തെഴുതി? 5 + 9 എന്ന് എഴുതി. ശരിയല്ലേ? ഫസ്റ്റ് ടേം 5 ആണ്, സെക്കൻഡ് ടേമിന് 5 + 3 എന്ന് എഴുതി, തേർഡ് ടേമിന് 5 + 6 എന്ന് എഴുതി, ഫോർത്ത് ടേമിന് 5 + 9 എന്ന് എഴുതി. ഇനി ഫിഫ്ത്ത് ടേമിന് എന്തെഴുതാം എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. കിട്ടുന്നുണ്ടോ? ചില ആളുകൾക്കൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ? എന്നാൽ ചില ആളുകൾക്ക് കിട്ടുന്നില്ല. എന്നാൽ ഞാൻ ഒരു ഐഡിയയും കൂടി പറഞ്ഞുതരാം. നോക്കാം. ഈ 5 + 3 എന്ന് പറയുന്ന ഈ രണ്ടാം പദത്തെ ഞാൻ 5 + 1 × 3 എന്ന് എഴുതി. 3 എന്ന് പറഞ്ഞാൽ 1 × 3 ആണല്ലോ. ഇനി അതേപോലെ ഈ തേർഡ് ടേമിന്റെ മൂന്നാമത്തെ പദത്തെ 5 + 2 × 3 എന്ന് എഴുതി. 5 + 2 × 3.
ഇനി ഈ ഫോർത്ത് ടേമിന് ഞാൻ 5 + 3 × 3 എന്നെഴുതി. റെഡിയല്ലേ? നോക്കാം. ഇനി ഒന്നും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. നമ്മൾ രണ്ടാം പദം 5 + 1 × 3. തേർഡ് ടേം 5 + 2 × 3. റൈറ്റ്? ഫോർത്ത് ടേം 5 + 3 × 3. ഇവിടെ മാത്രം നോക്കാം. സെക്കൻഡ് ടേം രണ്ടാം പദം 5 + 1 × 3. ഇതിൽ ചേഞ്ച് വരുന്ന ഭാഗം മാത്രം നോക്കിയാൽ മതി. രണ്ടാം പദം 5 + 1 × 3. മൂന്നാം പദം 5 + 2 × 3 അല്ലെ? 3 2 2 1. ഇനി നാലാം പദം 5 + 3 × 3. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഐഡിയ കിട്ടിയിട്ടുണ്ട്, ശരിയല്ലേ? നോക്ക. ഇനി 10ാം പദം നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഭാഗം മാത്രം പറഞ്ഞാൽ മതി. 5 + 9 × 3 അല്ലെ? ഇവിടെ 10 ആയപ്പോ ഇവിടെ 9 ആയി. ഇവിടെ 4 ആയപ്പോ ഇവിടെ 3 വന്നു. ഇനി 15ാം പദം എന്ത് വരും? അപ്പോ 5 + 14 × 3 എന്ന് വരും അല്ലെ? അങ്ങനെയാണെങ്കിൽ 60ാം പദം എന്ത് വരും? 5 + 59 × 3 എന്ന് വരും. ഓക്കെ. അപ്പൊ നമുക്ക് ഈ 5 എന്ന് പറയുന്നത് ഈ അരിതമെറ്റിക് സീക്വൻസിന്റെ ആദ്യത്തെ പദവും 3 എന്ന് പറയുന്നത് ഇതിന്റെ കോമൺ ഡിഫറൻസും പൊതുവ്യത്യാസവുമാണ്. അപ്പൊ ആദ്യ പദവും പൊതുവ്യത്യാസവും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ശ്രേണിയുടെ ഏതൊരു പദവും നമുക്ക് എഴുതാം. ഓക്കെ. ഈ ഒരു രൂപത്തിൽ നമുക്കൊരു ശ്രേണിയുടെ ഒരു സീക്വൻസിൽ ഏതൊരു ടേമും നമുക്ക് എഴുതാം. എന്തൊക്കെ കിട്ടണം? ആദ്യ പദവും പൊതുവ്യത്യാസവും കിട്ടണം. ഓക്കെ, മനസ്സിലായോ? ഇനി നമ്മൾ ഇതിനൊരു ജനറലൈസേഷൻ പൊതുവായിട്ട് നമുക്ക് എങ്ങനെ പറയാം അല്ലെ? നമ്മളിവിടെ 60ാം പദം എഴുതിയല്ലോ. ഇനി അതേപോലെ n-ാം പദം എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതും? n-ാം പദം 5 + ഇവിടെ വരേണ്ട എന്താ? ഇതിൽ നിന്നും 1 മൈനസ് ചെയ്ത സംഖ്യയാണ് ഇവിടെ വരേണ്ടത്, ശരിയല്ലേ? അപ്പൊ n ആണെങ്കിൽ n നിന്ന് 1 മൈനസ് ചെയ്താൽ n-1 വരും. ദാറ്റ് ഈസ് 5 + n-1 × 3 എന്നായി. ഓക്കെ, അതാണ് ഇതിന്റെ n-ാം പദം. ഇനി ആദ്യ പദം എന്നുള്ളതിനെ നമ്മൾ എന്താ സൂചിപ്പിക്കാറ്? ആദ്യ പദം എന്നത് സൂചിപ്പിക്കാൻ നമ്മൾ x1 എന്ന് കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്തും കൊടുക്കാം. ഫസ്റ്റ് ടേം എന്നാണ് ഇംഗ്ലീഷിൽ പറയാം, ഫസ്റ്റ് ടേം. അപ്പൊ ആ ഫസ്റ്റ് ടേമിലെ ആദ്യത്തെ പദം, ഫസ്റ്റ് എന്നുള്ളതിലെ ആദ്യത്തെ ലെറ്ററായ f കൊണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ആദ്യ പദം സൂചിപ്പിക്കാം. അപ്പോ xn f + n-1 × 3 എന്ന് പറയുന്നത് ആ സീക്വൻസിന്റെ എന്തായിരുന്നു? കോമൺ ഡിഫറൻസ് ആയിരുന്നു. അപ്പൊ എന്തെഴുതാം? ഇവിടെ d എന്ന് എഴുതാം. കോമൺ ഡിഫറൻസ് നമ്മൾ d എന്ന ലെറ്റർ കൊണ്ടാണല്ലോ സൂചിപ്പിക്കാറ്. അപ്പൊ എന്തായി? ഫസ്റ്റ് ടേം f കൊടുത്തു, കോമൺ ഡിഫറൻസ് d കൊടുത്തു, പൊതുവ്യത്യാസം d കൊടുത്തു. അങ്ങനെയായപ്പോ ഒരു സമാന്തര ശ്രേണിയുടെ ഏതൊരു പദവും കാണാൻ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. എന്താ ഇക്വേഷൻ? xn f + n-1 × d എന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ. ഇനി ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വേറൊരു രൂപത്തിലും കൂടി എഴുതാം. ഓക്കെ, ഞാനിത് ഇവിടെ ഒരു ബോക്സിലാക്കി വെച്ചു. ഇതിൽ തന്നെ ഞാൻ വേറൊരു രൂപത്തിൽ എഴുതാണ്. xn = f +. ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പൊ d × n dn ഗുണിച്ചു. ഇനി ഇതും -1 × d
ഡി. അപ്പൊ ഇതിനെ ഒന്നും കൂടെ നന്നാക്കി എഴുതിയാൽ എക്സ് എൻ ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എന്നെഴുതാം. അപ്പൊ നമുക്ക് ആ സമവാക്യത്തെ, ആ ഇക്വേഷനെ നമുക്ക് ഇങ്ങനെയും പറയാം. ഓക്കെ, അപ്പോൾ ഒരു അരിതമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും തന്നാൽ ആ സീക്വൻസിന്റെ ഏതൊരു ടേം കാണണമെങ്കിലും അതിന് ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് എക്സ് എൻ ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ഈ ഒരു ഇക്വേഷനാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യ പദം എഫും പൊതുവ്യത്യാസം ഡിയുമായ ഒരു സമാന്തര ശ്രേണിയുടെ ഏതൊരു പദവും കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ്, സമവാക്യമാണെന്ത്, എക്സ് എൻ സമം ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി. ഓക്കെ, ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തൊക്കെ കാണാം? 10ാം പദം കാണാം, 20ാം പദം കാണാം, 30ാം പദം കാണാം, അതുപോലെ n-ാം പദവും കാണാം. ഈ n-ാം പദത്തെ നമ്മൾ എന്തും പറയലുണ്ട്, എനി ടേം എന്ന് പറയാറുണ്ട്. n-ാം പദത്തെ നമ്മൾ എനി ടേം എന്ന് പറയും. അപ്പൊ എവിടെയെങ്കിലും എനി ടേം എന്ന് പറഞ്ഞാൽ നമുക്കത് n-ാം പദമായിട്ട് എടുക്കാം, nth ടേം ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഇതിനെ ഒരു പെർട്ടിക്കുലർ ടേം എന്നും പറയാം. അല്ലെങ്കിൽ ഇതിനെ ആൽജിബ്രൈക് എക്സ്പ്രഷൻ എഴുതാൻ വേണ്ടി പറഞ്ഞാലും, ആൽജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ഈ n-ാം പദത്തിന് തന്നെയാണ് നമ്മൾ എന്തും പറയുന്നത്, ആൽജിബ്രൈക് എക്സ്പ്രഷൻ എന്നും പറയുന്നത്. അപ്പോൾ ഒരു സമാന്തര ശ്രേണി തന്നിട്ട് ഏതെങ്കിലും ഒരു പദം എന്ന് പറയുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് അതിനെ n-ാം പദമാക്കി പറയാം. അതുപോലെ ഒരു പ്രത്യേക പദം എന്ന് പറഞ്ഞാലും n-ാം പദമാക്കി പറയാം. അതുപോലെ ബീജഗണിത വാക്യം എഴുതാൻ പറഞ്ഞാൽ ആൽജിബ്രൈക് എക്സ്പ്രഷന്റെ മലയാളമാണെന്ത്, ബീജഗണിത വാക്യം. ബീജഗണിത വാക്യം എഴുതാൻ വേണ്ടി പറഞ്ഞാൽ നമ്മൾ കാണേണ്ടത് എന്താണ്, n-ാം പദമാണ്. റൈറ്റ്? അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ ഉപയോഗങ്ങളാണ്. ഈ n-ാം പദം ഉപയോഗിച്ച് നമുക്ക് വിവിധ പദങ്ങളൊന്ന് കണ്ടു നോക്കാം. ഇപ്പൊ നമ്മൾ നേരത്തെ എഴുതിയ ഈ ഇക്വേഷൻ ഉണ്ട്, ഈ ശ്രേണി ഉണ്ടല്ലോ, 5, 8, 11 എക്സെട്ര. ഈ ശ്രേണിയുടെ 10th ടേം കാണാൻ വേണ്ടി പറഞ്ഞു. 10th ടേം 10ാം പദം കാണാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ ഏതൊരു ടേം കാണണമെങ്കിലും നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? എക്സ് എൻ ഈക്വൽ ടു ഡി എൻ പ്ലസ് എഫ് മൈനസ് ഡി എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് ഏത് പദവും കാണാം. 10ാം പദം കാണാൻ വേണ്ടി പറഞ്ഞാലും നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഇത് തന്നെയാണ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഉപയോഗിച്ച് 10ാം പദം നമുക്ക് കാണണമെങ്കിൽ ആദ്യ പദവും പൊതുവ്യത്യാസവും വേണം. അപ്പോൾ ആദ്യ പദം എത്രയാണ്? സീക്വൻസ് നോക്കിയാൽ നമുക്ക് കിട്ടും, 5 ആണ്. പൊതുവ്യത്യാസോ 2ാം പദത്തിൽ നിന്ന് 8ന്ന് 5 മൈനസ് ചെയ്താൽ മതി. 8ന്ന് 5 കുറച്ചാൽ എന്ത് കിട്ടും? 3 എന്ന് കിട്ടും, പൊതുവ്യത്യാസം കിട്ടും. അത് രണ്ടും കിട്ടി. ഇനി നമുക്ക് എന്ത് കാണാം? 10ാം പദം കാണാം. കണ്ടു നോക്കുക. x10 അല്ലെ, n-ാം പദം എഴുതിയപ്പോ xn ആയി. അപ്പൊ 10ാം പദം എഴുതുമ്പം x10 സമം d 3 ഇൻറ്റു n 10 പ്ലസ് f 5 മൈനസ് d 3. ഓക്കെ, ഇപ്പൊ 3 ഇൻറ്റു 10 dn പ്ലസ് 5f മൈനസ് d. അപ്പോൾ 5 മൈനസ് 3. ഓക്കെ, ഇനി നമുക്കിതിന് 3 ഇൻറ്റു 10 30 പ്ലസ് 5 മൈനസ് 3 2. അപ്പൊ എന്ത് കിട്ടി? 32 എന്ന് കിട്ടി. ശരിയല്ലേ? അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ ആ സീക്വൻസിന്റെ 10ാം പദം നമ്മൾ കണ്ടു. ഐഡിയ കിട്ടിയോ? ഇനി ഞാൻ ഇതേ സീക്വൻസിന്റെ തന്നെ ഒരു 20ാം പദം അല്ലെങ്കിൽ 25ാം പദം കാണാന്ന് വെക്കാം. x25 കാണണം, 25ാമത്തെ പദം. അപ്പോഴും
ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് നമ്മുടെ കയ്യിലുണ്ട്. ഇക്വേഷൻ ഇത് തന്നെയാണ്. അവിടെ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഡി എത്രയാണ്? 3 ഇൻറ്റു എൻ എത്ര ഇവിടെ 25 പ്ലസ് എഫ് 5 മൈനസ് 3. അപ്പം എന്ത് വരും? 3 ഇൻറ്റു 25, 2 ഇൻറ്റു 25 എത്രയാ? 50. അപ്പോൾ 3 ഇൻറ്റു 25 75 പ്ലസ് 5 മൈനസ് 3 2 വിച്ച് ഇസ് ഈക്വൽ ടു 77 എന്ന് കിട്ടി. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഏതൊരു ടേമും നമുക്ക് കാണാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ആൽജിബ്രൈക് എക്സ്പ്രഷൻ എഴുതാൻ വേണ്ടിയും പറയും, അല്ലെങ്കിൽ ബീജഗണിത വാക്യം എഴുതാനും പറയും. അങ്ങനെ എഴുതാൻ പറഞ്ഞാൽ അതെങ്ങനെ വരും? ബീജഗണിത വാക്യം അല്ലെങ്കിൽ എന്നാം പദം കാണുക, nth ടേം കാണുക എന്നൊക്കെ പറഞ്ഞാൽ അതിനും നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഇത് തന്നെയാണ്. xn ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി എന്ന ഇക്വേഷൻ തന്നെയാണ് യൂസ് ചെയ്യുക. ഇനി ഇത് ഉപയോഗിച്ചിട്ട് nth ടേം കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് n എന്നുള്ള ആ ലെറ്ററിന് n തന്നെ കൊടുക്കണം. 10ാം പദം കണ്ടപ്പോൾ n-ന് 10 കൊടുത്തു. അതുപോലെ 25ാം പദം കണ്ടപ്പോൾ n-ന് 25 കൊടുത്തു. അങ്ങനെയാണെങ്കിൽ n-ാം പദം കാണുമ്പം n-ന് n തന്നെ കൊടുക്കണം. അപ്പൊ xn ഈക്വൽ ടു ഡി എത്രയാ? 3n പ്ലസ് എഫ് എത്രയാ? 5 മൈനസ് ഡി 3. അപ്പോൾ 3n പ്ലസ് 2 ഇതാണ് എന്ത്? അതിൻ്റെ ആൽജിബ്രൈക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ ബീജഗണിത വാക്യം. അപ്പൊ n-ാം പദം ബീജഗണിത വാക്യം ആൽജിബ്രൈക് എക്സ്പ്രഷൻ നമ്മൾ എഴുതുമ്പം അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൽ ആരുണ്ടാകും? n ഉണ്ടാകും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ എന്ത് പഠിച്ചുപ്പോ? ഒരു അരിതമെറ്റിക് സീക്വൻസിലെ ഏതൊരു ടേം കാണൽ എങ്ങനെയാണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ആൽജിബ്രൈക് എക്സ്പ്രഷൻ n-ാം പദം nth ടേം കാണാനുള്ള മാർഗം എന്താണ്? അതെല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ xn ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി ആണ്. റൈറ്റ്? ക്ലിയർ ആവുന്നുണ്ടാവും, ശരിയല്ലേ? ഇനി നോക്കാം, നമുക്ക് വേറെ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. വേറെ ക്വസ്റ്റ്യൻ 10, 16, 22 etc. We are asked to find the 10th term. 10th term കാണാൻ വേണ്ടി പറഞ്ഞു. ഓൾസോ വി ആർ ആസ്ക്ഡ് ടു റൈറ്റ് ദ ആൽജിബ്രൈക് എക്സ്പ്രഷൻ, ബീജഗണിത വാക്യം എഴുതാനും പറഞ്ഞു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതിയാൽ മതി? xn ഇത് രണ്ടും കാണാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഒരു സീക്വൻസ് എന്നിട്ട് 10ാം പദവും n-ാം പദവും എഴുതാൻ വേണ്ടി പറഞ്ഞു. നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് വേണം? ഫസ്റ്റ് ടേം വേണം. ഫസ്റ്റ് ടേം 10 ആണ്, നോക്കി എഴുതിയാൽ മതി, ശരിയല്ലേ? ഇനി കോമൺ ഡിഫറൻസ് വേണം. കോമൺ ഡിഫറൻസ് x2 മൈനസ് x1 16 മൈനസ് 10 എത്രയാ? 6. ഓക്കെ, ഇനി ഇതിന്റെ 10ാം പദം കണ്ടു നോക്കുക. x10 ഈക്വൽ ടു, അതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ എഴുതാം. xn ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി ഇക്വേഷൻ എഴുതി. ഇനി 10ാം പദം x10 ഈക്വൽ ടു 6 ഇൻറ്റു 10 dn, ഡി 6 ആണ്, n 10 ആണ്, പ്ലസ് എഫ് മൈനസ് ഡി ദാറ്റ് ഈസ് 10 മൈനസ് 6. അപ്പം എന്തായി? 60 പ്ലസ് 4 64. അപ്പോൾ ആ സീക്വൻസിൻ്റെ 10th ടേം കിട്ടി. നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് തരുന്നത്. 2-3 എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിതിൽ സ്റ്റാൻഡ് ആവണം. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എന്തും കൂടി കാണാൻ പറഞ്ഞിട്ടുണ്ട്, nth ടേം കാണാൻ വേണ്ടിയും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇക്വേഷൻ മാറ്റമൊന്നുമില്ല. xn ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി ആണ്, അതെഴുതി. ഇനി നേരത്തെ പറഞ്ഞതുപോലെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡി എന്ന് പറയുന്നത് 6 ആണ്, 6n അല്ലേ, പ്ലസ് എഫ് 10 മൈനസ് 6. അപ്പോൾ 6n പ്ലസ് 4.
ഇതാണ് ഇതിൻ്റെ ആൽജിബ്രൈക് എക്സ്പ്രഷൻ അല്ലെങ്കിൽ nth ടേം, n-ാം പദം. അപ്പോൾ അതിലെന്തുണ്ട്? n ഉണ്ട്. റെഡി? ഓക്കെ, വേറൊന്നും കൂടി നിന്ന് നോക്കിയാലോ? ഒറ്റ ക്വസ്റ്റ്യനും കൂടി, അതോടുകൂടി നമുക്ക് ആ ഒരു ഭാഗം അവിടെ അവസാനിപ്പിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 11, 19, 27 എക്സെട്ര. ഇതിൻ്റെ 15-ാം പദം കാണണം, അതുപോലെ ആൽജിബ്രൈക് എക്സ്പ്രഷനും എഴുതണം. ഇനി വേറൊരു ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യനും കൂടി തരാം. 9, 15, 21 എക്സെട്ര. ഈ സീക്വൻസിൻ്റെ 12-ാം പദം 12th ടേം കാണണം, അതുപോലെ ബീജഗണിത വാക്യവും ആൽജിബ്രൈക് എക്സ്പ്രഷനും എഴുതണം. റൈറ്റ്? നോക്കാം, നിങ്ങൾ തന്നെ ചെയ്യും ഇല്ലേ? നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക. ഞാനിവിടെ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ആരും ഇങ്ങോട്ട് നോക്കണ്ട. ഏത് പദവും കാണണമെങ്കിൽ ആദ്യ പദവും പൊതുവ്യത്യാസവും കിട്ടിയാൽ മതി. ഒക്കെ നിങ്ങളെ കയ്യിലുണ്ടോ ചെയ്തു നോക്കുക. ഇങ്ങോട്ട് ആരും നോക്കരുത് കേട്ടോ, ആരും ഇങ്ങോട്ട് നോക്കരുത്, നിങ്ങൾ സ്വന്തം ചെയ്യുക എല്ലാവരും. അപ്പോൾ ഈ ഒന്നാമത്തെ ആൻസർ ഫസ്റ്റ് ടേം 11 ആണ്. കോമൺ ഡിഫറൻസ് 19 - 11 8 ആണ് അല്ലേ? ഇനി ഇവിടെ വേണ്ടത് 15-ാം പദം. അപ്പോൾ ഏത് ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണോ ഇത് കാണുന്നത് അത് എഴുതാം. dn + f - d. പരീക്ഷക്കൊക്കെ ഈ ഇക്വേഷൻ മാർക്ക് കിട്ടും. നമ്മൾ ബാക്കിയുള്ള എഴുതി തെറ്റിയിട്ടുണ്ടെങ്കിലും ഇക്വേഷൻ മാർക്ക് കിട്ടും, അത് ശ്രദ്ധിക്കണം എല്ലാവരും. അപ്പോൾ xn = dn + f - d എന്ന് എഴുതി. അപ്പോൾ x 15-ാം പദമാണ് വേണ്ടത്. d 8 × f 11 + f 11 - 8. അപ്പോൾ 8 × 11 88 + 11 - 8. 11 8 ഓർക്കുക, എത്ര ഉണ്ടാവും? 3 അല്ലേ? അപ്പം എന്തായി? 88 3 91. 15-ാം പദം കിട്ടി. ശരിയല്ലേ? ഇനി ആൽജിബ്രൈക് എക്സ്പ്രഷൻ n-ാം പദം വേണം. അപ്പോൾ xn = dn + f - d എന്ന ഇക്വേഷൻ എഴുതി. ഇനി നേരത്തെ പറഞ്ഞതുപോലെ വാല്യൂ കൊടുത്തു. d 8 ആണ്. 8n + f - d 11 - 8. ദാറ്റ് ഈസ് 8n + 3. അതിൻ്റെ ആൽജിബ്രൈക് എക്സ്പ്രഷനും എഴുതി. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഇവിടെ ബാക്കിയുണ്ട്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യ പദവും പൊതുവ്യത്യാസവും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ സീക്വൻസിൻ്റെ എന്തൊക്കെ എഴുതാം എന്ന് പറഞ്ഞു? ആ സീക്വൻസിൻ്റെ ഏതൊരു ടേമും എഴുതാം, അതുപോലെ ആൽജിബ്രൈക് എക്സ്പ്രഷനും എഴുതാം, അല്ലെങ്കിൽ nth ടേം എഴുതാം, അല്ലെങ്കിൽ n-ാം പദം എഴുതാം. ഓക്കെ, അപ്പോൾ ഇന്ന് പറഞ്ഞ ഈ ഒരു കാര്യം, ഈ വീഡിയോയിൽ പറഞ്ഞ ഈ കാര്യം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തു നോക്കുക. ഓക്കെ, എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരാണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഓൾ ദ ബെസ്റ്റ്.